രത്തൻ ടാറ്റ തന്റെ കാലശേഷം പാരമ്പര്യവും സ്വത്തുക്കളും തന്റെ കുടുംബത്തിനും ജീവനക്കാർക്കും വളർത്തു നായ്ക്കുമായി എഴുതി വെച്ചിരുന്നു. ആ വിൽപത്രത്തിൽ ശാന്തനു നായിഡു എന്നൊരു പേരും കണ്ടു. അത്രമേൽ രത്തൻ ടാറ്റയിൽ സ്വാധീനം ചെലുത്തിയ സുഹൃത്ത് ബന്ധം. ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ സാധ്യമായി എന്നതിന് രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, കഠിനാധ്വാനം ഇതെല്ലാം ഏകദേശം ഒന്നായിരുന്നു എന്നതാണ് ഇതിനുള്ള ഉത്തരം. ഇന്ന് ടാറ്റ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനറൽ മാനേജർ കൂടിയാണ് ശാന്തനു നായിഡു എന്ന 31 വയസ്സുകാരൻ. പിതാവിന്റെ ഉപദേശപ്രകാരം ടാറ്റയ്ക്ക് എഴുതിയ കത്തിലൂടെയാണ് ശാന്തനു ആദ്യമായി ടാറ്റയെ കാണുന്നത്. തെരുവ് നായ്ക്കളെ ട്രാഫിക് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള തന്റെ പ്ലാൻ ശാന്തനു ടാറ്റയെ അറിയിക്കുന്നു. ആ ഒരൊറ്റ പ്രപ്പോസൽ ശാന്തനുവിന്റെ ജീവിതം മാറ്റിമറിച്ചു. ടാറ്റയുടെ വിശ്വസ്തനാവാനും നല്ല സുഹൃത്താവാനും അതുവഴി സാധിച്ചു. ശാന്തനു രത്തൻ ടാറ്റയുടെ 84ാം ജന്മദിനം ആഘോഷിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രത്തൻ ടാറ്റയുടെ വിയോഗത്തിൽ പൊട്ടിക്കരയുന്ന ശാന്തനുവിന്റെ ദൃശ്യം ഏതൊരു മനസ്സിനെയും തൊട്ട് കാണും. ടാറ്റയ്ക്ക് ഇനിയും ചെയ്തു തീർക്കാൻ പറ്റാതെ പോയത് ഈ ചെറുപ്പക്കാരൻ ചെയ്യുമെന്ന പ്രതീക്ഷകൾ ചിലർക്കുണ്ട്. ഇപ്പോൾ ആളുകൾക്കിടയിൽ വായനയുടെ സന്തോഷം പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ശാന്തനു തന്റെ പാഷൻ പ്രൊജക്ട് ബുക്കീസ് വിപുലീകരിക്കുന്ന കർമ്മത്തിലാണ്.